കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം പടച്ചവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് അവന്റെ പൊരുത്തത്തിലായി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നസീബാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ആൽ ഇംറാൻ, അതിലെ 110, 111 രണ്ട് ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് ആയത്തുകളിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മഹത്വം എന്താണ്, അത് എപ്പോഴാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, മനുഷ്യ സമൂഹത്തിനായി നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ ഉയരെടുത്ത ഉത്തമ സമുദായമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. തഅ്മുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ വ തുഅ്മിനൂന ബില്ലാഹ്. വളരെ പ്രധാനപ്പെട്ട 3 സവിശേഷതകൾ ഉള്ളത് കാരണം ഒന്നാമത്തത് അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. പടച്ചവനാണ് സൃഷ്ടിച്ചത്, അവനാണ് നിയന്ത്രിക്കുന്നത്, അവനാണ് പരിപാലിക്കുന്നത്. അവൻ നിശ്ചയിക്കുന്ന സമയത്ത് ഈ ലോകത്തിൽ നിന്ന് നമ്മളെ മാറ്റപ്പെടും. സകലതിൻ്റെയും നിയന്ത്രണം അല്ലാഹുവിൻ്റെ കയ്യിലാണ് എന്ന് തുടങ്ങിയ അചഞ്ചലമായ വിശ്വാസം ഹൃദയത്തിൻ്റെ ഉള്ളിൽ രൂഢമൂലമാക്കും. രണ്ടാമത്തതോ തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ ഉപദേശിക്കുക. വതൻഹൗന അനിൽ മുൻകർ, നികൃഷ്ടമായ മ്ലേച്ഛമായ ദീനിന് നിരക്കാത്ത കാര്യങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക, അതിനെ വിരോധിച്ചുകൊണ്ടിരിക്കുക. ഇത് ഈ സമുദായം ഉത്തമ സമുദായമാകാനുള്ള കാരണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയ സവിശേഷതകൾ വളരെ വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേട്ടതായി അബൂലഹബിന്റെ മകളായ ദുർറ റളിയല്ലാഹു അൻഹ അവര് പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലെത്തി. വളരെ കൗതുകത്തോടെ ആളുകളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും കൂടി. അവിടുത്തെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മണിമുട്ടുകളെ പറക്കിയെടുക്കാൻ ആകാംക്ഷയോടെ ചുറ്റും കൂടിയിരുന്നു. ഞാനും ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈറുൻ. ഒരുപക്ഷെ ആ മനുഷ്യൻ വളരെ കാലമായി ചോദിക്കാൻ മനസ്സിനകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന ചോദ്യമായിരിക്കാം. അയാളുടെ ആവേശവും ആഗ്രഹവും കണ്ടപ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ, ഏറ്റവും ഉത്തമൻ ആരാണ് എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതായി പറഞ്ഞു, ഖൈറുൻ നാസി അഖ്റഅഹും വ അത്ഖാഹും, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ അവരിൽ പരിശുദ്ധമായ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ തഖ്വ ചെയ്യുന്ന ആളുകളാണ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ അനുസരിച്ചുകൊണ്ട്, അവനെ സൂക്ഷിച്ചുകൊണ്ട്, അവനെ ഭയപ്പെട്ടുകൊണ്ട്, അവന്റെ കൽപ്പനയ്ക്ക് വിധേയമായി കൊണ്ട് സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് ഏറ്റവും അത്യുത്തമം. രണ്ടാമതോ വആമിറുഹും ബിൽ മഅറൂഫ് വഅൻഹാഹും അനിൽ മുൻകർ, നന്മ ഉപദേശിക്കുകയും തിന്മകളെ വിലക്കുകയും ചെയ്യുന്നവരാണ്. മൂന്നാമതായി പറഞ്ഞു വഔസലുഹും ലിർറഹ്മ, കുടുംബ ബന്ധം പവിത്രമാണ്, പാവനമാണ്, അതിനെ ചേർത്ത് പിടിക്കുന്ന ആളുകളും മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും അത്യുത്തമരാണ് എന്ന്
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരന്റെ ചോദ്യത്തിന് മറുപടി പറയുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്തും തൂഫൂന 70 ഉമ്മ, നിങ്ങൾ 70 സമുദായത്തെ പൂർത്തീകരിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് 70 ഉമ്മത്തുകളെ പൂർത്തീകരിക്കുന്നവരാണ്. അന്തും ഖൈറുഹ വ അക്രമുഹ അലല്ലാഹി അസ്സ വജല്ല, എന്നാൽ ആ 70 ഉമ്മത്തുകളിൽ ഏറ്റവും അത്യുത്തമർ നിങ്ങളാണ്, ഏറ്റവും ബഹുമാന്യരും നിങ്ങളാണ് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, അഅതൈതു മാ ലം യുഅതി അഹദും മിനൽ അംബിയാഇ, മറ്റ് ഒരാൾക്കും ഒരു നബിമാർക്കും നൽകപ്പെടാത്ത സവിശേഷമായ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുണ്ട്. നബി തങ്ങൾ പറയാണ്, എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ നബിമാർക്കൊന്നും നൽകപ്പെടാത്ത ചില സവിശേഷമായ കാര്യങ്ങൾ എനിക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഉടനെ ഞങ്ങൾ ഒന്നടങ്കം ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ഹുവ, നബിയെ അതെന്താണ്, ഏത് കാര്യങ്ങളൊക്കെയാണ്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നുസ്റത്ത് ബിർറുഅബ്, ഭയത്തിൽ നിന്ന് എനിക്ക് സഹായം നൽകപ്പെട്ടിരിക്കുന്നു. ഭയപ്പാട് അത് ശത്രുവിന്റെ ഭാഗത്തു നിന്നാകട്ടെ, അല്ലെങ്കിൽ വേറെ പിശാചിന്റെ ഭാഗത്തു നിന്നാകട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലാകട്ടെ, ഭയപ്പാട് എന്നെ ബാധിക്കുന്നതല്ല, ഭയപ്പെടുത്തൽ എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഭയം എന്നിൽ നിന്ന് നീക്കപ്പെട്ടിരിക്കുകയാണ്. എപ്പോൾ ഭയമുണ്ടാകുന്ന സന്ദർഭമുണ്ടോ അപ്പോഴൊക്കെ എന്നെ സഹായിക്കപ്പെടും. മാത്രമല്ല, രണ്ടാമതായി പറഞ്ഞു, ഭൂമിയുടെ ഖജനാവിന്റെ താക്കോൽ, ഭൂമിയുടെ താക്കോൽ കൂട്ടങ്ങൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വസുമ്മിയത്ത് അഹ്മദ്, എനിക്ക് അഹമ്മദ് എന്ന് പേര് വെക്കപ്പെട്ടിരിക്കുന്നു, സ്തുതിക്കപ്പെട്ടവൻ. ശത്രുക്കൾ പോലും മുഹമ്മദ് എന്നാണ് വിളിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ നാവിലൂടെ പോലും സ്തുതിക്കപ്പെട്ടവൻ എന്ന് തന്നെ വിളിക്കപ്പെടണമെന്ന് അള്ളാഹു തീരുമാനിച്ചു. വേറെ ഒന്നും എന്നെ വിളിക്കാൻ പാടില്ല എന്ന് അള്ളാഹു തീരുമാനിച്ചു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അഹ്മദ് എന്ന് പേര് വെച്ചു. വജഅല തുറാബലി തഹൂറ, ഈ ഭൂമിയിലെ മണ്ണ് ശുദ്ധീകരിക്കാനുള്ള വസ്തുവാക്കി അള്ളാഹു എനിക്ക് നിശ്ചയിച്ചു തന്നു. വജുഇലത് ഉമ്മതി, എന്നാൽ എന്റെ സമുദായത്തിനെ അള്ളാഹു ആക്കി തീർത്തു ഖൈറുൽ ഉമ്മം, മുഴുവൻ ഉമ്മത്തുകളിലും, മുഴുവൻ പ്രവാചകന്മാരുടെ ഉമ്മത്തുകളിൽ ഏറ്റവും ഉത്തമമായ സമൂഹമാക്കി, ഉമ്മത്താക്കി എന്റെ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തരികയുണ്ടായി. കണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും മഹിതമായ ഗുണങ്ങളാണ്. അത് എന്തുകൊണ്ടാണ് നേടിയെടുത്തത്? തഅ്മുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ വ തുഅ്മിനൂന ബില്ലാഹ്. അല്ലാഹുവിനെ മുറുകെ പിടിച്ച് വിശ്വസിച്ച് മുറുകെ പിടിക്ക്, നന്മയെ കൽപ്പിച്ചുകൊണ്ടേയിരിക്ക്, തിന്മ എവിടെ കണ്ടാലും അതിനെ വിലക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും, വേദം നൽകപ്പെട്ടിട്ടുള്ള അഹ്ലി കിതാബികളായ ആളുകൾ അവർ ഇപ്രകാരം വിശ്വസിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര നന്നായിരുന്നു. അവരും ഇപ്രകാരം വിശ്വസിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മിൻഹുമുൽ മുഅ്മിനൂൻ, എന്നാൽ വേദം നൽകപ്പെട്ട ആളുകളിൽ, അഹ്ലി കിതാബുകളിൽ വിശ്വാസികളുമുണ്ട്. പക്ഷേ വഅക്തറുഹുമുൽ ഫാസിഖൂൻ, അധികം ആളുകളും ഫാസിഖീങ്ങളായ ആളുകളാണ്, കുറ്റം പേറിയവരാണ്, കുറ്റം ചെയ്യുന്ന കുറ്റവാളികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, ഓ നബിയെ, ലൻ യദുറൂകും ഇല്ലാ അദൻ ഔ യുഖാതിലൂകും യുവല്ലൂകുമുൽ അദ്ബാർ ثم لا ينصرون, നേരിയ ചില ശല്യമല്ലാതെ നിങ്ങൾക്കൊരു ദ്രോഹവും വരുത്താൻ അഹ്ലി കിതാബുകൾക്കാവുകയില്ല. അതുകൊണ്ട് നബിയെ പേടിക്കണ്ട കേട്ടോ. ചെറിയ ചെറിയ ദ്രോഹങ്ങൾ, ചെറിയ ചെറിയ ദ്രോഹങ്ങളല്ലാതെ, ഇല്ല അതാ, ചെറിയ ദ്രോഹമല്ലാതെ വേറെ ഒന്നും നിങ്ങളെ ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുകയില്ല. ഇനി നേരെ മറിച്ച്
വയുഖാതിലൂക്കും, നബിയെ അവര് നിങ്ങളുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാൽ, നിങ്ങളുമായിട്ട് നേർക്ക് നേരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടാൽ അവർ യുവല്ലൂക്കുമുൽ അദ്ബാർ, അവര് പിന്തിരിഞ്ഞോടിക്കളയും. ഉറപ്പായും അവര് പിന്തിരിഞ്ഞോടിക്കളയും. അതുകൊണ്ട് അങ്ങ് പേടിക്കേണ്ട കാര്യമില്ല. അല്ലറ ചില്ലറ ചെറിയ ഉപദ്രവങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് ഉണ്ടാകും. അതല്ലാതെ നേരിട്ട് നിങ്ങളുടെ മേൽ എതിർക്കാനോ നിങ്ങളവിടെ യുദ്ധം ചെയ്യുവാനോ അവരെ കൊണ്ട് കഴിയുകയില്ല. അങ്ങനെ എങ്ങാനും യുദ്ധത്തിനായി അവർ ഇറങ്ങി പുറപ്പെട്ടാൽ വല്ലൂക്കുമുൽ അദ്ബാർ, തീർച്ചയായിട്ടും അവൻ പിന്തിരിഞ്ഞു ഓടിക്കളയും നബിയെ. പിന്നീട് അവർക്ക് എവിടെ നിന്നും ഒരു സഹായം അവർക്ക് ലഭിക്കുകയേ ഇല്ല. വളരെ പ്രധാനപ്പെട്ട 2 ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അറിയുന്നില്ല നമ്മുടെ മഹത്വം. അല്ലാഹു നമുക്ക് നൽകിയ മഹത്വം എന്താണ് എന്ന് നമ്മൾ അറിയുന്നില്ല. ഇത് കേൾക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ മഹത്വം എന്താണ്. ഈ മഹത്വം പേറിക്കൊണ്ട് നടക്കുന്ന ആളുകളാണ് തിന്മകളിലേക്ക്, അല്ലാഹു വിരോധിച്ച, അല്ലാഹു വിലക്കിയ ഹറാമായ കാര്യങ്ങൾ യഥേഷ്ടം ചെയ്തു കൂട്ടുന്നത്. നഊദുബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സമ്പൂർണമായ കാവല് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തെറ്റുകളിൽ നിന്ന് നമ്മളെ അല്ലാഹു മോചിപ്പിക്കുമാറാകട്ടെ. ഇനി അഥവാ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു പോയി എങ്കിൽ അവന്റെ ജീവിതത്തിൽ തന്നെ ആ തെറ്റിനെ തിരുത്തുകയും അല്ലാഹുവിനോട് ഹൃദയംഗമായ നിലയിൽ പശ്ചാത്തപിച്ചു മടങ്ങുകയും തെറ്റിൽ നിന്ന് മോചിതനാവുകയും ചെയ്യും. അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون. لن يضروكم إلا أذى وإن يقاتلوكم يولوكم الأدبار ثم لا ينصرون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.